നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപുള്ള 1 മണിക്കൂർ ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. ലോക്സഭയിലാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം, രാജ്യസഭയിലാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ ലോക്സഭയിൽ 11 മണി മുതൽ 12 മണി വരെയാണ് ഈ പറയുന്ന ചോദ്യോത്തരവേള കാണപ്പെടുന്നത്. എന്നാൽ രാജ്യസഭയിൽ ചോദ്യോത്തരവേള നിലവിൽ 12 മണി മുതൽ 1 മണി വരെയാണ് ചോദ്യോത്തരവേളയ്ക്കുള്ള സമയമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യോത്തരവേള സമയത്ത് ഭരണപരമായിട്ടുള്ള ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ഏതാണോ ചോദ്യം ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് അതത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് അതിനുള്ള ഉത്തരങ്ങളും എന്ത് ചെയ്യാം, നൽകാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 3 പറയാം. 3 തരത്തിലാണ് ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് സ്റ്റാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. അതുപോലെ നക്ഷത്ര ചിഹ്നമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങളുണ്ട്, അങ്ങനെ ഇല്ലാത്ത ചോദ്യങ്ങളുണ്ട്, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി നേരിട്ട് സഭയിൽ എന്ത് ചെയ്യും, ഉത്തരം നൽകേണ്ടതാണ്. അപ്പോൾ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളാണെങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി നേരിട്ട് സഭയിൽ ഉത്തരം നൽകണം. വാക്കാൽ തന്നെ എന്ത് ചെയ്യണം, ഉത്തരം നൽകണം, അത് പറയണം, ആ ഉത്തരം പറയണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമാണോ എന്നെങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എന്തായാലും ചോദ്യത്തിന് അപ്പം തന്നെ മറുപടി കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചോദ്യങ്ങളാണല്ലോ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ വകുപ്പ് മന്ത്രി അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മന്ത്രി അവിടെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചോദ്യം 15 ദിവസത്തിന് മുൻപേ ഈ ചോദ്യം എന്ത് ചെയ്തിരിക്കണം, സമർപ്പിച്ചിരിക്കണം. അതായത് അതാത് സഭയിൽ, ഏത് സഭയാണ്, ഇപ്പോൾ ലോക്സഭയിലാണെങ്കിൽ ലോക്സഭയിൽ സമർപ്പിച്ചിരിക്കണം, രാജ്യസഭയിലാണ് നമ്മൾ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നതെങ്കിൽ രാജ്യസഭയിൽ ഈ പറയുന്ന ചോദ്യം സമർപ്പിച്ചിരിക്കണം. ഈ സഭയുടെ സെക്രട്ടറി ജനറൽ ആ ചോദ്യം പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ അത് അംഗീകരിക്കുകയും ആ മന്ത്രാലയത്തിലേക്ക് കൈമാറുകയും ചെയ്യും. അപ്പം മന്ത്രാലയത്തിന് അറിയാലോ, ആ മന്ത്രിക്കും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് അറിയാലോ ഇങ്ങനൊരു നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം ചോദ്യോത്തര വേളയിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ കൃത്യമായിട്ടും ഈ പറയുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ സഭയിൽ പങ്കെടുക്കണം എന്നറിയാലോ. അപ്പോൾ പങ്കെടുക്കുകയും ഈ ചോദ്യോത്തര വേളയിൽ ഈ ചോദ്യം ഉന്നയിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കാര്യം, ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ നമ്മൾ ചുമ്മാ അങ്ങ് പ്രിന്റ് ചെയ്ത് കൊടുത്താൽ പോരാ. നമുക്ക് ആകെ നീല, അതുപോലെ കറുപ്പ് മഷി, അതൊക്കെയല്ലേ അറിയത്തുള്ളൂ. ആ ഇങ്കിട്ടല്ലേ നമ്മൾ സാധാരണ രീതിയിൽ എഴുതാറ്.